കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അല്ലേ? എന്താണ് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഈ ഒരു ഞങ്ങളുടെ ലൈഫിലെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ആഘോഷത്തിൻ്റെ ഭാഗമാവാൻ നിങ്ങളും കാണിച്ച ആവേശത്തിന് ഒരുപാട് നന്ദി. കുറേ പരിമിതികളുണ്ടായിരുന്നു, കാരണം സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ട്, ഫാമിലി ഉണ്ട്, പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇത്രയും ആൾക്കാരെ ഇത്രയും ചെറിയ സമയം കൊണ്ട് മാനേജ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചാലഞ്ച് ഉണ്ട്. ഇപ്പോൾ 2:45 ഹാളിൽ നിന്ന് ഇറങ്ങണം, സമയം പാലിക്കണം. അപ്പം അതിൻ്റെയൊക്കെ ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒരുപാട് നന്ദി, നമ്മൾ ഇത്രയും ആവേശത്തോടു കൂടി ഇതിൻ്റെ ഭാഗമായതിന്. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇത്ര മാത്രമാണ്, എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് അനൗൺസ് ചെയ്ത മുതൽ ഇത് നിങ്ങളുടെ വീട്ടിലെ ഒരു കല്യാണം പോലെയാണ് എല്ലാവരും ഇത് കൊണ്ടാടുന്നത്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങളുടെ ഈ ആഘോഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെ എങ്ങനെയെങ്കിലൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇനിയും ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു സന്തോഷവും ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളാണ് എന്നുള്ളൊരു ഈ തോന്നലും എന്നും ഉണ്ടാവുക. കുറച്ച് ടയേർഡാണ്, കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് നിലം തൊടാത്ത ആഘോഷങ്ങളായിരുന്നു. വളരെ ആവേശത്തിലായതുകൊണ്ട് തന്നെ അപ്പം ക്ഷീണം അറിഞ്ഞില്ല, ഇപ്പം മെല്ലെ ക്ഷീണം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് ഒരാൾ കിടന്ന് ഉറങ്ങിയിട്ട് പോലുമില്ല, കിളി പോയി നിൽക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിലാണെങ്കിൽ എല്ലാവരും വരുന്നു, എല്ലാവരും സ്നേഹം കാണുമ്പോൾ ആ ആവേശം ഒരു എനർജി തരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗോപികയുടെ ഫാൻസ്, എൻ്റെ ഫാൻസ്, ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഫാമിലി, താങ്ക് യു സോ മച്ച്. പിന്നെ ഒരുപാട് സന്തോഷം തോന്നി തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് രാവിലത്തെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇത്രയധികം നമ്മുടെ സുഹൃത്തുക്കൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നു എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാവുന്നു. അതെനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം. അവരുടെ ഷൂട്ടും ഇനോഗ്രേഷൻസും പരിപാടികളൊക്കെ മാറ്റി വെച്ചൊരു ഞായറാഴ്ച ഇതിൻ്റെ ഭാഗമാകാൻ വന്ന സെലിബ്രിറ്റീസിന് 2-3 ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ഫാമിലിക്ക് കൂടെ നിൽക്കുന്ന സെലിബ്രിറ്റി ഫ്രണ്ട്സ്, ഇത് അവരുടെ സ്വന്തം വീട്ടിലെ പ്രോഗ്രാം പോലെ കൊണ്ടു നടക്കുന്ന ഫ്രണ്ട്സ്, ആൻഡ് മോർ ദൻ ദാറ്റ് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ. ചില സ്ഥലത്ത് നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മീഡിയ, ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ഇതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. കമൻസും ഒക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര ഫുൾ ആഘോഷങ്ങളായിരുന്നു. എൻ്റെ സൗണ്ടൊക്കെ പോയി, ഭയങ്കര ടയേർഡാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന ടൈമിന് എത്തണം, അതിൻ്റെയൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ കഴിച്ചാണ്. എന്നാലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകണം. താങ്ക് യു സോ മച്ച്. കല്യാണത്തിന് വിളിച്ച എല്ലാവരും വന്നിരുന്നോ? കല്യാണത്തിന് വിളിച്ച ഒരുവിധം കുറേ ആൾക്കാർക്ക് ഷൂട്ടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആണല്ലോ, നമുക്കിനി ഒരു റിസപ്ഷനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ കൊച്ചിയിലെ റിസപ്ഷൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ വടക്കുന്നാഥൻ്റെ മണ്ണിൽ കല്യാണം കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഗോപികയുടെ ഫാമിലിയും സമ്മതിച്ചു. ഞങ്ങൾ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലം തിരഞ്ഞെടുത്തു. പട്ടാമ്പിന്ന് തൃശ്ശൂർ ആക്സസിബിൾ ആണ്. കോഴിക്കോട് നിന്ന് പട്ടാമ്പിനേക്കാൾ കണക്ടിവിറ്റി തൃശ്ശൂരാണ്. കൊച്ചിക്കാർക്കും തൃശ്ശൂർ വലിയ ദൂരമില്ല. അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ കേരളത്തിൻ്റെ നടുഭാഗമാണ്. സോ അങ്ങനെ വെച്ച് എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഒരു ഫംഗ്ഷനിലൂടെ കല്യാണം തീർക്കുക. ഇനിയൊരു ആഫ്റ്റർ പാർട്ടിയോ ഇതൊന്നുമില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കുറേ നമ്മുടെ ഏറ്റവും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല, അവരെന്നെ ഏറ്റെടുക്കുകയായിരുന്നു. വിളിച്ചതിൽ ഒരുപാട് പേര് വന്നു, ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല. പല ആൾക്കാരും മെസ്സേജ് അയച്ച് അറിയിച്ചു. ഇപ്പോൾ കുറേ പേര് എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ ഉണ്ണിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. ലാസ്റ്റ് നിമിഷം വരെ വരണം എന്ന് വിചാരിച്ചു. ഉണ്ണിയുടെ അച്ഛനൊക്കെ വന്നെന്ന് തോന്നുന്നു. കൃതി ഷെട്ടി മെസ്സേജ് അയച്ചു. അങ്ങനെ കുറേ പേര് ലാസ്റ്റ് നിമിഷം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ബട്ട് ഹാപ്പി, കാരണം എനിക്കും പല കല്യാണങ്ങൾക്കും വിളിച്ച കല്യാണങ്ങൾക്ക് പോകാൻ പറ്റാറില്ല. ചില കാര്യങ്ങളാകുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ വിളിച്ചവരൊക്കെ വന്നോ സത്യം പറഞ്ഞ് ചോദിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. ഞങ്ങൾക്കൊക്കെ ഫുള്ളൊരു പുകയാണ് ഫീൽ ചെയ്യുന്നത്. ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല എന്ന് അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നൊരു, ഞാൻ പറഞ്ഞല്ലോ, കുറേ കഴിയുമ്പോൾ ഇത് മോണോട്ടോണസ് ആയി പോകും. പിന്നെ ഒരു 3-3.5 മണിക്കൂറായില്ലേ ഇവിടെ നിൽക്കണം. ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ എല്ലാവരും വന്നോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക, ബോധാവസ്ഥ വീണ്ടെടുക്കുക. 2 പേരും കൂടി സിനിമയിൽ ഉണ്ടാവോ? അതൊന്നും പറയാറായിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇത്രയും ഗഹനമായ ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരം പറയാൻ പറ്റിയ അവസ്ഥയല്ല. അതുകൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും ആശീർവാദവും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ്.
താങ്ക് യു സോ മച്ച്. ഭക്ഷണം കഴിച്ചിട്ട് പോണേ.